എന്റെ എല്ലാ ആളുകളും യുദ്ധത്തിൽ മരിച്ചു. അധികം നാളുകൾക്ക് മുൻപല്ല ഈ നാട് ചൈതന്യവും ഊർജ്ജവും നിറഞ്ഞതായിരുന്നു. ഒരു കടലാസു തോണിയുടെ പേരിൽ ഞാൻ എന്റെ കൂട്ടുകാരുമായി കളിക്കുകയും വഴക്കിടുകയും ചെയ്യുമായിരുന്നു. അപ്പോഴാണ് എന്റെ സഹോദരൻ ഞങ്ങളെ തടഞ്ഞത്. അവൻ തന്റെ കഠാര കൊണ്ട് ആ കടലാസു തോണി എടുത്തു. എനിക്ക് എന്റെ സഹോദരനോട് വലിയ ആരാധനയായിരുന്നു. അവൻ എൽഫുകളുടെ രാജ്യത്തിന് കാവൽ നിന്നു. ദുഷ്ടനായ പ്രഭു എൽഫ് രാജ്യത്തെ ആക്രമിച്ച് അതിന്റെ പ്രകാശത്തിന്റെ ഉറവിടം നശിപ്പിക്കുന്നതുവരെ ആ പുണ്യവൃക്ഷത്തിന്റെ പ്രഭയിൽ എൽഫ് രാജ്യം തഴച്ചു വളർന്നു. ഞങ്ങളുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാൻ എന്റെ സഹോദരൻ ശക്തമായ ഒരു എൽഫ് സൈന്യത്തെയും നയിച്ച് ഒരു ദീർഘയാത്ര പുറപ്പെട്ടു. അവർ വളരെ ദൂരെയുള്ള ദുഷ്ടപ്രഭു വസിച്ചിരുന്ന മിഡിൽ എർത്ത് എന്ന സ്ഥലത്തേക്ക് പോയി. ആ യുദ്ധത്തിന്റെ ക്രൂരതയോ ഭീമാകാരമായ രാക്ഷസ സൈന്യത്തെ നേരിടുമ്പോൾ എന്റെ ആളുകൾ എത്രമാത്രം ഭയപ്പെട്ടിരുന്നുവെന്നോ എനിക്ക് ഊഹിക്കാൻ കഴിഞ്ഞില്ല. ഈ യുദ്ധത്തിൽ എന്റെ സഹോദരൻ മരിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്റെ സഹോദരനെ കണ്ടെത്താൻ ഞാൻ എണ്ണമറ്റ കഷ്ടപ്പാടുകൾ സഹിച്ച് മിഡിൽ എർത്തിൽ എത്തി. വീണുപോയവരുടെ ഹെൽമെറ്റുകൾ കുന്നുകൂടി ഡസൻ കണക്കിന് മീറ്റർ ഉയരമുള്ള ഒരു കൂനയായി മാറി. എന്റെ സഹോദരൻ ദുഷ്ടപ്രഭുവിനെ വധിച്ചെങ്കിലും അയാൾക്ക് ശക്തരായ അനുയായികൾ ഉണ്ടായിരുന്നു. സൗറോണിന്റെ നേതൃത്വത്തിലുള്ള ദുഷ്ടശക്തികൾ ഒളിവിൽ പോയി. സൗറോണിന്റെ കൈകളാൽ എന്റെ സഹോദരന് ജീവൻ നഷ്ടപ്പെട്ടു. എന്റെ സഹോദരന്റെ പിൻഗാമിയാകാനും ദുഷ്ടശക്തികളെ പൂർണ്ണമായും തുടച്ചുനീക്കാനും ഞാൻ തീരുമാനിച്ചു. സൗറിനെ കണ്ടെത്താനായി 20 എൽഫ് ഗോത്രവർഗ്ഗക്കാരെയും നയിച്ച് ഞാൻ ലോകത്തിന്റെ അറ്റത്തേക്ക് പോയി. എന്നാൽ നൂറ്റാണ്ടുകളുടെ കഠിനമായ യാത്രയ്ക്ക് ശേഷം എന്റെ കൂട്ടാളികൾ പതുക്കെ പഴയ വേദനകൾ മറന്നു തുടങ്ങിയിരുന്നു. ഞാൻ മാത്രം എന്റെ ദൗത്യത്തിൽ ഉറച്ചുനിന്നു. ഒടുവിൽ ഒരു ഹിമക്കാറ്റിനെ അതിജീവിച്ച ശേഷം ഞങ്ങൾ സൗറിന്റെ ഇരുണ്ട സങ്കേതം കണ്ടെത്തി. ആ ഇരുണ്ട സങ്കേതത്തിൽ പര്യവേക്ഷണം നടത്താൻ ഞാൻ ഉത്തരവിട്ടു. എന്റെ കൂട്ടാളികൾ എൽഫ് രാജ്യത്തേക്ക് മടങ്ങണമെന്ന് ക്ഷണിച്ചു. എനിക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് ഇനിയും നാട്ടിലേക്ക് മടങ്ങാനാവില്ലായിരുന്നു. ശത്രുവിനെ പൂർണ്ണമായും ഇല്ലാതാക്കിയാൽ മാത്രമേ എൽഫ് രാജ്യത്ത് വീണ്ടും പ്രകാശം പരക്കുകയുള്ളൂ. അപ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന ഞങ്ങളുടെ കൂട്ടാളികൾ ആക്രമിക്കപ്പെട്ടു. ഞാൻ അവിടേക്ക് കുതിച്ചെത്തി എന്റെ മികച്ച ആയോധനകല പാടവം ഉപയോഗിച്ച് ആക്രമിക്കപ്പെട്ട കൂട്ടാളികളെ രക്ഷിച്ചു. ആ പോരാട്ടം അപകടകരമല്ലായിരുന്നെങ്കിലും അത് എല്ലാവരുടെയും പോരാട്ടവീര്യം ചോർത്തിക്കളഞ്ഞു. എന്റെ കൂട്ടാളികൾ ആയുധം താഴെ വെക്കുകയും മുന്നോട്ടു പോകുന്നത് നിർത്താൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്തു.